Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്ന ഒരു 2009 മോഡൽ വണ്ടി ഒരു നാഡോ ഗ്രേ ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. നാഡോ ഗ്രേ പെയിന്റ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകും. വണ്ടിയുടെ കണ്ടീഷൻ നമ്മുടെ ഗാരേജിലേക്ക് എത്തുമ്പോൾ വണ്ടി ടൈപ്പ് 4 ഓൾറെഡി കൺവേർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. ഫ്രണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അത്ര ഫിനിഷിംഗ് വർക്ക് ആയിരുന്നില്ല. നെറ്റ് ബോൾട്ട് ഇടുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ക്രൂ ഇട്ടിട്ടൊക്കെ ആയിരുന്നു അതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ളായിട്ട് ഫസ്റ്റ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഫുള്ളായിട്ട് ഫ്രണ്ട് റീഫിറ്റിംഗ് ചെയ്തു. സെറ്റ് ചെയ്തിരിക്കുന്ന പാർട്സ് റിമൂവ് ചെയ്തു, റീസെറ്റിംഗ് ചെയ്തു. കൺവേർട്ട് ചെയ്തിരിക്കുന്ന പാർട്സ് റിമൂവ് ചെയ്തു, റീഫിറ്റിംഗ് ചെയ്തു. അതുവഴി അതിൻ്റെ പ്രോപ്പർ ഇപ്പം നമ്മളെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ബാക്കിലെ റൈറ്റ് സൈഡ് ഡോറ് റസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ വിളിച്ചു പറഞ്ഞു ഡോറ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ഡോറ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് റീപ്ലേസ് ചെയ്തു. ഫ്രണ്ട് ഡോറിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നമ്മൾ പാച്ചൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വണ്ടി ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോഡി ഫില്ലർ യൂസ് ചെയ്തിട്ടാണ് ഈ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഈ ഒരു ബോഡി ഫില്ലറിന് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ സാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ലൈനുകളൊക്കെ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വന്ന് വീഴുന്ന പെയിൻറ്റ് ക്ലിയറായിട്ട് നമ്മുടെ ബോഡി സർഫേസിന് പതിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൈമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2K പ്രൈമറാണ്. ക്യാപ്സിയുടെ 2K പ്രൈമറാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിച്ചിരിക്കുന്നത്. കാരണം നമ്മളൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റ് വരുന്നത് നമ്മുടെ ഗാരേജിൽ 55,000 രൂപയാണ്. 55,000 പെയിൻറ്റിങ് കോസ്റ്റ് വരാം. പക്ഷേ ചില വാഹനങ്ങൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് കോസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഗാരേജിലേക്ക് വരരുത്. കാരണം ഒരു പെയിൻറ്റിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 55 രൂപയാണെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് കുറച്ച് റീപ്ലേസ് ചെയ്യേണ്ട പാർട്സുകൾ ഉണ്ടാവും. നമ്മൾ ഈ ഒരു വണ്ടിയുടെ തന്നെ നോക്കണമെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ ബമ്പർ റീപ്ലേസ് ചെയ്തു, ബാക്കിലെ ബമ്പർ റീപ്ലേസ് ചെയ്തു, സൈഡ് സ്കർട്ട് റീപ്ലേസ് ചെയ്തു, പിന്നെ നമ്മുടെ ഫെൻഡർ ലൈനിങ് റീപ്ലേസ് ചെയ്തു, വെദർ സ്ട്രിപ്പ് റീപ്ലേസ് ചെയ്തു, മഡ് ഫ്ലാപ്പ് റീപ്ലേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു വണ്ടിയിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി എമൗണ്ട് ഈ ഒരു 55ൻ്റെ കൂടെ ഇതിൻ്റെ എമൗണ്ടും കൂടി ആഡ് ആവും.
അതേപോലെ തന്നെ സീറ്റ് വർക്ക് ചെയ്തിരുന്നു വണ്ടിക്ക്. അപ്പോൾ സീറ്റ് മോശം കാര്യങ്ങളൊക്കെ സീറ്റ് വർക്കിൻ്റെ എമൗണ്ട് അഡീഷണലാണ്. അലോയ് വീൽ പെയിൻറ്റിങ് ചെയ്തു. അലോയ് വീൽ മുന്നേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നല്ല ഫിനിഷിങ് കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ കസ്റ്റമർ പറഞ്ഞു അലോയ് വീൽ എനിക്ക് പിയാനോ ഫിനിഷിങ്ങിൽ തന്നെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് വേണമെന്ന് പറഞ്ഞ കാരണം അലോയ് വീൽ റീപെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഒരുപാട് പാർട്സുകൾ അതേപോലെ തന്നെ ഒരുപാട് വർക്കുകളും അഡീഷണലായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വണ്ടി നമ്മുടെ ഗാരേജിൽ കൊണ്ടുവരുമ്പോൾ 55 രൂപ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാലും നമ്മൾ വേറെ അഡീഷണലായിട്ട് എന്തെങ്കിലും വർക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് അഡീഷണലായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്. നമ്മളിപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ അലകളൊക്കെയാണ് ശരിയാണ് മെയിനായിട്ട് നമ്മുടെ ഒരു വണ്ടി റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ പ്രോപ്പർ ഫിനിഷിങ്ങിൽ പ്രോപ്പർ ഷേപ്പൊക്കെ എടുത്ത് നമ്മുടെ ഈ ഗാരേജിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നാഡോഗ്ര വിത്ത് പിയാനോ ഫിനിഷിംഗ് ഉള്ള രീതിയിലാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഒരിടയ്ക്ക് ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ ഗാരേജിൽ ഇതേപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടി ഹെഡ് ലൈറ്റും കൂടി റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ലുക്ക് വന്നതിനെ കാരണം കസ്റ്റമർ പറഞ്ഞു ഹെഡ് ലൈറ്റ് പഴയ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ ടൈലൈറ്റ്, ഹെഡ് ലൈറ്റ്, ഡിക്കിയുടെ ക്രോമും ഗ്രില്ല് സാധനങ്ങളെല്ലാം ഈ ഒരു വണ്ടിയുടെ പഴയ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വണ്ടിയുടെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളെല്ലാം പോവാം. അതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വല്ലവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫൈനൽ ഷോട്ടിലേക്ക് പോവാം.